എല്ലാവരും ന്യൂ ഇയറിൻ്റെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടിരിക്കുമായിരിക്കും അല്ലേ? ചിലർ വിചാരിക്കും ജിമ്മിൽ പോകണം, ബോഡി സെറ്റാക്കണം, ജോലി മേടിക്കണം, കല്യാണം കഴിക്കണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളായിരിക്കും ന്യൂ ഇയറിൻ്റെ പുതുവർഷം വരുമ്പോൾ. എന്നോട് ചോദിച്ചാൽ എൻ്റെ ആഗ്രഹം കുറേ പുസ്തകങ്ങൾ വായിക്കണമെന്നാണ്. കുറേ പുസ്തകങ്ങൾ വായിക്കുക, അതിനെപ്പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവരും എന്നോട് ചോദിക്കുക, എന്താണ് നിനക്ക് ഈ പുസ്തകം വായിച്ചിട്ട് കിട്ടുന്നതെന്ന്. പലർക്കും പലതായിരിക്കും കിട്ടുന്നത്. ജീവചരിത്രം വായിക്കുന്നവർക്കും ചരിത്രം വായിക്കുന്നവർക്കും ഒക്കെ അറിവുകൾ കിട്ടുന്നുണ്ടാവും. ഞാൻ പൊതുവെ നോവലുകളാണ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നോട് എല്ലാവരും ചോദിക്കുക, എന്താ നിനക്ക് ഈ നോവലുകൾ വായിച്ചിട്ട് കിട്ടുന്നതെന്ന്. സിംപിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന സമാധാനമാണ്. കാര്യം നമ്മുടെ പേഴ്സണൽ ലൈഫിലും അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ്സും ടെൻഷനും ഫ്രസ്ട്രേഷൻസും ഒക്കെ കുറയ്ക്കാൻ വായന എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ വായന എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് റിലീഫാണ്. വായിക്കുന്നതിൽ കൂടെ എനിക്ക് സമാധാനമാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾ എന്തിനത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരും പറയും സമാധാനത്തിന് വേണ്ടിയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വെറും ന്യായം മാത്രമാണെന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് സമാധാനം കിട്ടാൻ വേറെ പല വഴികളുമുണ്ട്. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാകും, എഴുതാൻ ഇഷ്ടമുള്ളവരുണ്ടാകും, അതുപോലെ വായിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാകും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വേറെ കാര്യങ്ങൾ സമാധാനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പം തലയ്ക്ക് വെളിവില്ലാതെ, ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ, തലയ്ക്ക് വെളിവില്ലാതെ കിട്ടുന്ന സമാധാനത്തേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ തെളിഞ്ഞ മനസ്സോടുകൂടിയുള്ള വായനയിൽ കൂടിയോ ഒക്കെ കിട്ടുന്ന സമാധാനമാണ് നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം. അപ്പം ഇപ്പോൾ കുറേ ആളുകൾ വായനയിലേക്ക് തിരിച്ച് വരുന്നുണ്ട് എന്നിങ്ങനെ ഈ റീൽസുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കുറേ ആൾക്കാർ, കുറേ പുതിയ തലമുറ കുറേ പേര് വായനയിലേക്ക് വരുന്നുണ്ട്. അപ്പം കൂടുതൽ പേര് വായിക്കുക, ഇഷ്ടമുള്ളത് വായിച്ചാൽ മതി. വായന എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അതിൽ കൂടെ അറിവ് കിട്ടണമെന്ന് തന്നെ ഇല്ല. പലരും കാവ്യാത്മകമായിട്ടൊക്കെ പറയും വായിക്കുന്നതിൽ വഴി പുതിയൊരു ലോകം കാണും, പുതിയ ആളുകളെ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ജീവിക്കും എന്നൊക്കെ. പക്ഷേ അതൊക്കെ സത്യമാണ്, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. എൻ്റെ പേഴ്സണലി അഭിപ്രായമാണ് എനിക്ക് സമാധാനം കിട്ടും എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹം അത് തന്നെ ആയിരിക്കുമല്ലോ, സമാധാനത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വർഷത്തിലേക്ക് ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു പുതിയ വർഷം ഞാൻ ആശംസിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു.